അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചാൽ എന്താ നിനക്ക്? ആ പെണ്ണ് കേൾക്കും. കേട്ടാലെന്താ? നിനക്കത് പറയാം. എന്നോട് ഈയിടെയായിട്ട് അവൾ കുറച്ച് അനുഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്നോടോ? എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്, ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ്. അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും. എടാ ഞാൻ നിന്നെ പോലെ തുക്കട പ്രീ ഡിഗ്രിക്കാരനല്ല. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ? പിന്നെ ഇപ്പോഴത്തെ ജോലി ശകലം മോശമാ, അത് തരാം. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. അവളുടെ അച്ഛനോട് പറയും എനിക്ക് ഇയാളെ തന്നെ മതിയെന്ന്. അവള് ജയിച്ചു കഴിയുമ്പം ഞങ്ങൾ മനോഹരമായ ഒരു നേഴ്സിംഗ് ഹോം കിട്ടും. പിന്നെ ഞാൻ ഒരു വിലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ. അപ്പൊ വല്ല ക്യാൻസറോ കുഷ്ടോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ നിന്നെതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കാശ് തന്നില്ലെങ്കിൽ ആ ക്യാൻസറോട് കൂടി അപ്പ ഗേറ്റൗട്ട് അടിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എന്റെ വരുംകാലം ഡോക്ടറല്ലേ അത്? ഒന്ന് നിർത്തിക്കേ. വേണ്ട ദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ നിർത്തടാ ദാസ. വേണ്ട. ആക്ച്വലി ഇനി എത്ര കാലം കാണും ഹൗസ് സർജൻസി? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനോ എന്ന് കരുതി. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെന്താ ആവാഞ്ഞേ? ആവാമായിരുന്നു. പക്ഷേ ഈ മനുഷ്യന്റെ ഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിക്കുമ്പോ കൈ വിറക്കില്ലേ എന്നൊരു സംശയം. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ? കേസെന്ന് അയാൾ പറഞ്ഞത്. ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. വരട്ടെ, പോവാം.